BLOയുടെ ആത്മഹത്യയിൽ കലക്ടറുടെ റിപ്പോർട്ടിനെതിരെ CPIയുടെ സംഘടനാ ജോയിന്റ് കൌൺസിൽ മരണത്തിൽ കലക്ടർ പുറത്തുവിടുന്നത് തെറ്റായ വിവരമെന്നാണ് ജോയിന്റ് കൌൺസിൽ അറിയിച്ചത്. ഫോമുകൾ കൃത്യമായി വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ചെയ്യാത്ത ജോലി ചെയ്തു എന്ന് പറയാൻ BLOമാരെ നിർബന്ധിക്കുകയാണ്. നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉരുണ്ടുകളിച്ച ആളാണ് കണ്ണൂർ ജില്ലാ കലക്ടർ. അതേ നിലപാടാണ് BLOയുടെ ആത്മഹത്യയിലും കലക്ടർ സ്വീകരിച്ചതെന്നും ജോയിന്റ് കൌൺസിൽ അറിയിച്ചു. ഇന്നലെ കണ്ണൂർ ജില്ലാ കളക്ടർ ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ്, ആത്മഹത്യയെ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു സ്വഭാവം കണ്ണൂർ ജില്ലാ കളക്ടർക്കുണ്ട്. നവീൻ ബാബു മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് അംഗീകരിക്കാത്ത ഒരാളാണ്. അത് അദ്ദേഹത്തിൻ്റെതായോ മറ്റേതെങ്കിലും കാരണത്തിനാലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് സമ്മതിക്കാത്ത ഉരുണ്ട് കളിച്ച ഒരു ജില്ലാ കളക്ടറാണ് കണ്ണൂർ ജില്ലാ കളക്ടർ. അതിന് തുല്യമായൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ അനീഷ് ജോർജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ. അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അനീഷിൻ്റെയും ഒരു പരാതിയും മാനസിക സമ്മർദ്ദമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പരാതിയും എനിക്ക് ലഭിച്ചില്ല എന്ന പച്ചക്കള്ളമാണ് കണ്ണൂർ കളക്ടർ പറയുന്നത്. എന്തിനു വേണ്ടിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറഞ്ഞു അനീഷ് വിതരണം ചെയ്യാൻ ഇനി 50 ഫോം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അയാളുടെ ജോലി പൂർണ്ണമായി പൂർത്തിയാക്കിയെന്നാണ്. അതിൻ്റെ മറ്റൊരു വെർഷനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറും പറഞ്ഞത്. അദ്ദേഹം 2,63,21,895 ഫോം വിതരണം ചെയ്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കണക്ക് ശരിയായിരിക്കും. കണക്കുകൾ കൊണ്ട് പ്രഹസനം നടത്തുകയാണ്, ന്യായീകരിക്കപ്പെടുകയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. സരിസ ശോഭാചന്ദ്രൻ ചേരുന്നുണ്ട്. സരിസ, എന്താണ് ജോയിന്റ് കൌൺസിലിന്റെ വിഷയത്തിലെ നിലപാട്? അനീഷിന്റെ മരണത്തിൽ കളക്ടറുടെ ഭാഗത്ത് വീഴ്ച വന്നതായിട്ട് തന്നെയാണ് ജോയിന്റ് കൌൺസിൽ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ മരണത്തിൽ കളക്ടർ പുറത്തുവിടുന്ന വിവരങ്ങൾ തെറ്റാണെന്നും ഇവർ ആരോപിക്കുന്നു. 50 ഫോമുകൾ മാത്രമാണ് അനീഷിന് നൽകാനുള്ളത് എന്നാണ് ഈ കളക്ടർ പ്രസ്താവിച്ചത്. എന്നാൽ ഇപ്പോൾ പരിശോധിച്ചാൽ അതിൽ കൂടുതൽ ഉണ്ടെന്ന് മനസ്സിലാവും. തെറ്റായ കണക്കുകൾ നൽകാൻ വേണ്ടി BLOമാരെ നിർബന്ധിക്കുന്നതായിട്ടും ആരോപണമുണ്ട്. ഫോമുകൾ നൽകിയില്ലെങ്കിൽ പോലും കണക്കുകൾ കാണിക്കാൻ വേണ്ടി ഫോമുകൾ നൽകിയതായി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ നിർബന്ധിക്കുന്നതായിട്ടാണ് ഈ ജോയിന്റ് കൌൺസിലർമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ പറയുകയുണ്ടായത്. ഇത്തരത്തിൽ ജില്ലാ കളക്ടർ ആവട്ടെ, അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ ആവട്ടെ, തെറ്റായ കണക്കുകൾ കൊണ്ട് പ്രഹസനം സൃഷ്ടിക്കുകയാണെന്നാണ് ഈ CPIയുടെ സംഘടന ജോയിന്റ് കൌൺസിലർമാർ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഈ സമ്മർദ്ദത്തിന്റെ ഈ BLOമാർക്ക് കളക്ടറായ സമ്മർദ്ദമുണ്ട്. ഇത്രയും ദിവസത്തിനകം 2-3 ആഴ്ചക്കകം ഈ ഫോമുകൾ കൊടുത്തു തീർക്കേണ്ടതുണ്ട്. എന്നാൽ അത് ഒരിക്കലും നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഒരു ദിവസം 10 വീടുകൾ കയറുക എന്ന് വെച്ചാൽ പലപ്പോഴും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അധ്യാപകരും ഒക്കെയാണ് ഈ ജോലി ഏറ്റെടുത്ത് നടത്തേണ്ടത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യത്തിൽ ഇത് ഇരട്ട ജോലിയായി മാറി വലിയ സമ്മർദ്ദമാണ് BLOമാർക്കുള്ളത്. ഈ സമ്മർദ്ദത്തിന്റെ പുറത്താണ് രാജ്യത്താകമാനം പലയിടങ്ങളിലും BLOമാർ ആത്മഹത്യയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ്. ഇത് അവരുടെ ജോലിയെ തന്നെ ബാധിക്കുന്നു. ഇത്തരത്തിൽ തെറ്റായ കണക്കുകൾ നൽകാൻ നിർബന്ധിക്കുമ്പോൾ അതിൽ ആരെങ്കിലും പരാതി ഉയർത്തിയാൽ ഈ BLOമാരുടെ ജോലി പോകുന്ന അവസ്ഥയാണ് ഉള്ളത്. അത്തരത്തിലുള്ള ഒരു മാനസിക സമ്മർദ്ദത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ആത്മഹത്യകൾ നടക്കുന്നത്. ഈ കളക്ടറോട് ഈ സമ്മർദ്ദമുണ്ടെന്ന് ഈ അനീഷ് അടക്കം പരാതി നൽകിയിരുന്നു. എന്നാൽ കളക്ടർ ഇപ്പോൾ പരാതി നൽകിയിട്ടില്ലെന്നാണ് പറയുന്നത്. അനീഷിന്റെ ആത്മഹത്യയിൽ കളക്ടർക്കെതിരെ പരാതി നൽകുമെന്നും ജോയിന്റ് കൌൺസിലർമാർ പറയുകയുണ്ടായി. ശരി സനിസ.